എല്ലാവർക്കും നമസ്കാരം. ഓണപരീക്ഷയൊക്കെ ഇനി അടുത്തു. എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. പഠിച്ചൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസിന്റെ ആദ്യത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ്. വിപ്ലവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തില് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണമായിട്ടുള്ള വിപ്ലവങ്ങളാണ്. മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, മാറാതെ ഇരിക്കുന്നതാണ് പറയുന്നത്. ഈ പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടന്നത് കൊണ്ടാണ് നമ്മുടെ ലോകം ഇന്ന് കാണുന്ന ലോകമായിട്ട് മാറിയിരിക്കുന്നത്. അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നവോത്ഥാനത്തെ കുറിച്ചിട്ടും ഒക്കെ. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ റെനൈസൻസിനെ കുറിച്ചിട്ടും റൊമാൻറ്റിസത്തിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന വിപ്ലവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 5 വിപ്ലവങ്ങളാണ്. ഒന്നാമത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, രണ്ടാമത്തത് ഫ്രഞ്ച് റവല്യൂഷൻ, മൂന്നാമത്തത് റഷ്യൻ വിപ്ലവം, 4 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 5 ചൈനീസ് റവല്യൂഷൻ. അങ്ങനെ പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ വിപ്ലവങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാവോ? പണ്ട് നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പലതും പല രീതിയിൽ ചിന്നിച്ചിതറിയൊക്കെ കിടക്കുകയായിരുന്നു. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എൻലൈറ്റ്മെന്റ്, അതായത് ജ്ഞാനോദയം എന്ന് പറയുന്ന ഫിലോസഫിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ പിന്തുടർന്നാണ് പിന്നീട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങളൊക്കെ ചിന്തകർ പ്രചരിപ്പിച്ചത്. പണ്ടുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥിതികളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ പ്രചോദനം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനിലെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂറോപ്യൻ ജനങ്ങൾ, യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറുകയും അവര് പിന്നീട് അമേരിക്കയുടെ വിഭവങ്ങൾ കൈയടക്കുകയും ചെയ്തു. കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ റിസോഴ്സസ് കൈയടക്കുക എന്നുള്ളതായിരുന്നു. ഇംഗ്ലണ്ട് 13 കോളനികളാണ് അമേരിക്കയിൽ സ്ഥാപിച്ചത്. 13 കോളനികൾ സ്ഥാപിച്ചു. എന്നിട്ട് ഇംഗ്ലണ്ടിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ നാട്ടില് ഒരാൾ കയറി വന്നിട്ട് പെട്ടെന്ന് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ആദ്യമൊക്കെ നമ്മൾ സഹായിക്കും, പോട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെയും അവരുടേതായിട്ടുള്ള നിയമങ്ങള് നമ്മളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങള് അതിനെതിരായിട്ട് പോരാടും. ആ പോരാട്ടമാണ് അമേരിക്കൻ വിപ്ലവമായിട്ട് മാറിയത്. ആർക്കായാലും ദേഷ്യം വരുത്തില്ലേ? അവര് വന്നിട്ട് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ തലയിൽ പെട്ടെന്ന് സ്ഥാപിക്കുകയും നമ്മളെ അടിമകളാക്കുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുക? ഈ അമേരിക്കയിൽ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരെ വിളിക്കുന്ന റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു. ഈ റെഡ് ഇന്ത്യൻസിന്റെ ഭൂമിയും സ്വത്തുക്കളും എല്ലാം യൂറോപ്യൻസ് കവർന്നിട്ട് അവരെ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുകളിലും അവര് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ചൂഷണമാണെന്ന്. എന്നിട്ട് അവര് ഇംഗ്ലണ്ടിനെതിരായിട്ട് പതുക്കെ സമരത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ പറയുന്ന സമരങ്ങൾക്കൊക്കെ പ്രധാന കാരണമായിട്ടുള്ളത് മെർക്കന്റിലിസ് നിയമമാണ്. മെർക്കന്റിലിസ് നിയമം എന്ന് പറയുന്നത് കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണമെന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ മെർക്കന്റിലിസ്റ്റിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്താണ് ഈ പറയുന്ന കപ്പലിന്റെ കാര്യം. ഇംഗ്ലീഷ് കപ്പലിൽ മാത്രമേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. പിന്നെ അതുപോലെ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില
അവയൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ അതിലൊക്കെ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അവസാനത്തത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയിൽ ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെയായിരുന്നു മെർക്കന്റൈൽസ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 നിയമങ്ങളും വലിയ ചൂഷണമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ ചൂഷണങ്ങൾക്കെതിരെ ചിന്തകര് അവരുടെ ആശയങ്ങൾ കോളനിക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. അത് അവരുടെ ഇടയിൽ പ്രചോദനം നൽകുകയും ചിന്തകരുടെ ആശയങ്ങൾക്ക് പിന്നാലെ ജനങ്ങള് വിപ്ലവമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അമേരിക്കൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ചിന്തകരെന്ന് പറയുന്നത് ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങളാണ് പ്രധാനമായിട്ടും അമേരിക്കൻ റവല്യൂഷന് പ്രചോദനമായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് വൻകര ഒന്നാകെ സമ്മേളിക്കുകയായിരുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെ ബാക്കിയുള്ള എല്ലാ കോളനികളും ഒരുമിച്ച് ചേർന്നു. അവര് ഫിലാഡൽഫിയയിലാണ് സമ്മേളനം നടത്തിയത്. ഇതിനെ തുടർന്ന് 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് രൂപീകരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ മർക്കന്റൈൽ ലോ എന്താണെന്ന് പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസും 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസും എങ്ങനെയാണ് അമേരിക്കയുടെ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസിന് വഴി തെളിച്ചത് എന്ന് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് പറയട്ടെ. 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അനാവശ്യമായിട്ട് നികുതി ചുമത്തുന്നതിനെതിരെ കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. എന്നിട്ട് 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് നിയമിച്ചു. ഇതേ തുടർന്ന് തോമസ് പെയിൻ എന്ന് പറഞ്ഞ ചിന്തകനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖ 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വായിച്ചു. അതിൽ പ്രത്യേകം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിച്ചാൽ മാത്രമേ അമേരിക്കക്കാരെ സംബന്ധിച്ചിട്ട് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരുന്നു. അത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും പിന്നെ 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ജൂലൈ 4 എന്ന് പറയുന്ന തീയതി ഓർത്തിരിക്കണം. ദിലീപിന്റെ സിനിമയല്ല. ജൂലൈ 4-ന് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്നിട്ട് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം പിന്നെ ആൾക്കാർ വായിക്കാൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം പതുക്കെ അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. പിന്നെയും ഒരു കോൺഗ്രസും കൂടെ ചേർന്നു. ആ കോൺഗ്രസില് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തില് അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യരാഷ്ട്ര പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അമേരിക്ക എല്ലാ രീതിയിലും ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. ഈ പറയുന്ന വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ വിപ്ലവം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അതെങ്ങനെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കൻ വിപ്ലവമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ലോകത്തിന് ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം നൽകിയത്. അപ്പം ഇത്രയുമാണ് അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് പിന്നെ മുൻകാലങ്ങളിൽ പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം. അപ്പം അത് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ 8 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ഒക്കെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ആദ്യം എഴുതേണ്ടത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്,
അതിൽ ആദ്യത്തേത് നമ്മൾ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണ് എഴുതേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിലെ രണ്ടാം പകുതിയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് എഴുതണം. പിന്നെ ടാക്സ് പോളിസീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള എഴുതണം. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് മർക്കന്റൈൽസ് ലോ ആണ്. മർക്കന്റൈൽസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദ്യം ഇപ്പം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലാതെ തന്നെയും ചോദിച്ചൊരു ചോദ്യമാണ് മർക്കന്റൈൽസ് ലോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റ്മെന്റ് ഐഡിയാസിനെ കുറിച്ച് എഴുതണം. പിന്നെ അതിൽ വരുന്നൊരു കാര്യം ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കയിൽ വാറ് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. വാറിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കാം ബോസ്റ്റൺ ടീ പാർട്ടിയെ. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തില് തദ്ദേശീയരായിട്ടുള്ള അമേരിക്കക്കാര് പിന്നെ അവിടെ പോർട്ടിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് കപ്പലിൽ നിന്ന്, ഇംഗ്ലണ്ടിന്റെ കപ്പലിൽ നിന്ന് 342 ടീ പാക്കറ്റ്സ് ടീ വെച്ചിരുന്ന, അതായത് തേയില സൂക്ഷിച്ചിരുന്ന പെട്ടികളെടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞു. അവരവരുടെ പ്രതിഷേധം പിന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. കാരണം അന്നത്തെ കാലത്ത് പിന്നെ ഈ കോളനികളിൽ നിർമ്മിച്ചിരുന്ന തേയിലയ്ക്ക് അധികമായിട്ടുള്ള ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് പ്രകോപിച്ചിരുന്നു. അപ്പം അതിനെതിരായിട്ടായിരുന്നു ഈ ബോസ്റ്റൺ ടീ പാർട്ടി ജനങ്ങൾ നടത്തിയത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അത് വല്ല എന്താ പറയാ തീന്മേശ സമ്മേളനമൊക്കെയാണ്. അങ്ങനെയല്ല, അത് പ്രതിഷേധമായിരുന്നു ജനങ്ങളുടേത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ ചോദ്യം വരുമ്പോഴത്തേക്കും ആദ്യം എന്ത് വേണം, ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കോഴ്സസ് നമ്മൾ സബ് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം. പോയിന്റ് ആയിട്ട് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് പോയിന്റ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ പലർക്കും ഒരു ധാരണയുണ്ട് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും വലിച്ചു വരി എഴുതേണ്ടതാണ്. അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പോയിന്റ്സ് ആണ് അതിൽ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള റെവല്യൂഷൻസിനും ഇത് പ്രചോദനമായി. പിന്നെ കൊളോണിയൽ റൂളിന്റെ അവസാനമായിരുന്നു. പിന്നെ ന്യൂ പൊളിറ്റിക്കൽ സിസ്റ്റം പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫെഡറൽ രാഷ്ട്രം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. പിന്നെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പോർഷനിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ ഇത്ര മാത്രമേ ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൂ. അടുത്ത് വരുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. അത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് നോക്കിയാലോ. നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നുള്ള വിശദമായിട്ട് നോക്കാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പലപ്പോഴും പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട ഭാഗമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അക്കാലത്തെ ഫ്രാൻസിന്റെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നൊരു ഫ്രേസ് ആയിരുന്നു. എന്താ, ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചതെന്ന്. അതായത് 17, 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഒരു അവസ്ഥയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു. അവരുടെ പട്ടിണിയും പരിവട്ടവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ദൂർത്തു നിറഞ്ഞ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഈ ഫ്രഞ്ച് സമൂഹത്തെ അക്കാലത്ത് 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 തട്ടുകൾ എന്താണെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നും ഉള്ളത് പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവയെ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രഞ്ച് സമൂഹത്തെ വിഭജിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു.
പുരോഹിതന്മാരെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ക്ലർഗീസ്. ക്ലർഗീസ് അവർക്ക് ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിതെ എന്ന പേരിലുള്ള നികുതി അവർ പിരിച്ചു പോന്നിരുന്നു. ഓക്കെ, പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും അവരെ ഒഴിവാക്കിയിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികള് ഈ പറഞ്ഞ പുരോഹിതന്മാര് അഥവാ ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരാണ് നിയന്ത്രിച്ചു പോന്നിരുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്രഭുക്കന്മാര്, നോബിൾസ്. സൈനിക സേവനമാണ് അവർ നടത്തി വന്നിരുന്നത്. അവരും കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. അവര് കർഷകർക്ക് വേതനം നൽകാതെയാണ് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. കർഷകര് ഈ പറയുന്ന പ്രഭുക്കന്മാരുടെ വീടുകളിലും അവരുടെ വയലേലകളിലുമൊക്കെ അടിമപ്പണിയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ നിവർത്തിയില്ല. പ്രഭുക്കന്മാര് കൊടുക്കുന്ന എന്തെങ്കിലും ചെറിയ പൈസ വെച്ചിട്ടാണ് അവര് അവരുടെ കുടുംബം പുലർത്തിക്കൊണ്ട് പോന്നിരുന്നത്. ഈ പ്രഭുക്കന്മാരെയും നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇവര് ഭയങ്കര ആഡംബര ജീവിതമായിരുന്നു നയിച്ചു പോന്നിരുന്നത്. ഇവരുടെ കയ്യില് വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ വീടുകളിലും ഈ പറയുന്ന ഭൂപ്രദേശങ്ങളിലുമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കർഷകര് പണിയെടുത്തോണ്ടിരുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഒന്നാമത്തെ എസ്റ്റേറ്റ്, അതായത് പുരോഹിതന്മാര് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതിയുടെ പേരെന്താന്നുള്ളത്. അതിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്, തിതെ എന്നാണ് ആ നികുതിയുടെ പേര്. അടുത്ത മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്, കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകരുണ്ട്, അവരെല്ലാവരും അടങ്ങിയ ഒരു മധ്യവർഗമുണ്ട്. പിന്നെ കൈത്തൊഴിലാളികളുണ്ട്. ഓക്കെ, ഇവരെ എന്താ പറയാ, ഭരണത്തിന് ഇവർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈല എന്ന് പറയുന്ന ഭൂനികുതി ഇവര് സർക്കാരിന് നൽകേണ്ടി വന്നു. ഇവരുടെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ടും തൈല എന്ന് പറയുന്ന ഭൂനികുതി ഇവര് പിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവർക്ക് താഴ്ന്ന സാമൂഹ്യ പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവര് ഒരേപോലെ തന്നെ നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സമൂഹം ഫ്രാൻസിലെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒക്കെ ഒരു തുടക്ക കാലത്താണ് ഉണ്ടായത്. അവര് ശരിക്കും ഇംഗ്ലണ്ടിലെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഫ്രാൻസിലും വരുന്നത്. അവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞപ്പോ എന്തായി, അവർക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നി, നമ്മൾ എന്തിനാണ് ഈ പറയുന്ന പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും അടിമകളായിട്ട് കഴിയുന്നത്. നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, നമ്മൾ തൊഴിലെടുക്കുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധമുണ്ട്, പിന്നെ നമ്മൾ ഇവരുടെ അടിമവർഗമായിട്ട് കഴിയേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത മിഡിൽ ക്ലാസിന്റെ ഇടയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അവരാണ് പിന്നീട് ഫ്രാൻസിലെ ആശയങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് പിൽക്കാലത്ത് ഫ്രാൻസിൽ സത്യം പറഞ്ഞാൽ റെവല്യൂഷൻസ് നടക്കുന്നത്. ഇവര് സ്റ്റുഡൻസും മിഡിൽ ക്ലാസ്സും ഒക്കെ കൂടെ ചേർന്നിട്ട് ജേക്കബിൻ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബൊക്കെ രൂപീകരിച്ചു. അതൊക്കെ ഫ്രാൻസിലെ മിലിറ്ററിയെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ചിന്തകന്മാർ ആരൊക്കെയാൻ നോക്കാം. അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് വോൾട്ടയർ ഉണ്ട്. വോൾട്ടയർ പുരോഹിതന്മാരുടെയും ചൂഷണത്തെയും നല്ലപോലെ പരിഹസിച്ച ഒരാളായിരുന്നു. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് റൂസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായിരുന്നു, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ആ പ്രസ്താവന പിൽക്കാലത്തും വളരെ ഫേമസ് ആയിരുന്നു. പിന്നെ ജനങ്ങളുടെ പരമാധികാരി എന്ന് അദ്ദേഹം പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കാണ് പരമാധികാരം നൽകേണ്ടതെന്ന് റൂസോ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വരുന്ന മോണ്ടിസ്ക്യൂ എന്ന് പറയുന്ന വ്യക്തിയാണ്. മോണ്ടിസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റിന്റെ നിയമനിർവഹണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ ഇവരായിരുന്നു പ്രധാനപ്പെട്ട തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ എഴുത്തുകളും ചിന്തകളും ഇവരുടെ പ്രഭാഷണങ്ങളും ഒക്കെ ജനങ്ങളെ നല്ലപോലെ ഉത്ബോധിപ്പിക്കുകയും അവരെ ആവേശഭരിതരാക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതായത് മിഡിൽ ക്ലാസ് പേഴ്സൺസ് എന്ന് പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് വളരെ സ്ട്രോങ് ആകാൻ തുടങ്ങി. ഫ്രാൻസിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് ബൂർബൻ രാജാക്കന്മാരായിരുന്നു. ബൂർബൻ രാജാക്കന്മാര് വളരെ ധൂർത്ത് നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെ അവര് ധൂർത്ത്, യുദ്ധങ്ങള്, വരൾച്ച അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അതേപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തില് കോളനികളെ സമ്പത്തും സൗകര്യവും നൽകി ഫ്രാൻസ് സഹായിച്ചു. ഇതും ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കര രൂക്ഷമാക്കിയായിരുന്നു. ഇതുമൂലം ഇവര് ജനങ്ങളുടെ മേലും പുതിയ നികുതികൾ പലതും ചുമത്താൻ തുടങ്ങി. 1789 ലൂയി 16 പ്രതിനിധിയായിട്ടുള്ള സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു.
ആ ജനറലില് പിന്നെന്താ ആ സ്റ്റേറ്റ് ജനറലില് ഫ്രഞ്ച് സമൂഹത്തില് 3 എസ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു. അതില് സ്റ്റേറ്റ് ജനറലിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ്, അത് സത്യം പറഞ്ഞാൽ അസമത്വമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് 2 എസ്റ്റേറ്റും ആരാണ്, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അല്ലേ. അപ്പൊ അവർക്കാണ് അപ്പോഴും ഭൂരിപക്ഷം വരുന്നത്. പിന്നെ 3-മത്തെ എസ്റ്റേറ്റിന് യാതൊരുവിധ അംഗീകാരം അപ്പോഴും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റി, 3-മത്തെ എസ്റ്റേറ്റ് ഈ പറയുന്ന വാദഗതിയെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു ഓരോ അംഗത്തിനും വോട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് പിന്നെ അതിനെതിരായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ജനറലിനെതിരായിട്ട് അവര് മുന്നോട്ട് വാദഗതികൾ വെച്ചു. അപ്പം ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണം എന്ന് പറഞ്ഞ ആവശ്യത്തിന് കോമൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായിരുന്നു 3-മത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം പതുക്കെ എന്താ പറയാ, ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ദേശീയ അസംബ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3rd എസ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചിട്ട് അവര് പറയും, നമുക്ക് ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞ കൂട്ടായ്മ പിരിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് സത്യം പറഞ്ഞാൽ ഫ്രാൻസിൽ അതിശക്തമായിട്ടുള്ള വിപ്ലവങ്ങൾ സംഭവിക്കുന്നത്. ടെന്നീസ് കോർട്ട് വിപ്ലവത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഓത്തിന് ശേഷം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങള് ഫ്രാൻസിൽ ഉടനീളം മുഴങ്ങിക്കേട്ടു. വിപ്ലവകാരികള് ബോർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം 1789 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. തുടർന്ന് 1789 ഒക്ടോബറില് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകള് ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് 1792 പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങൾ തന്നെത്താനെ അതൊരു റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുകയും അവസാനം രാജഭരണത്തിന് ഒരു അവസാനം ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതിശക്തമായിട്ട് പടർന്നു പിടിച്ചു. അതിനെ തുടർന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്റ്റ്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് ഒരഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനകെ ജലദോഷം പിടിക്കും എന്നുള്ളതായിരുന്നു. അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു സ്വാധീനം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വാചകം പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മധ്യവർഗത്തിന്റെ വളർച്ചയാണ്. അതുപോലെ തന്നെ ദേശീയത, ജനകീയ പരമാധികാരം, അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ഫ്രാൻസിന്റെ ഒരു സ്വാധീനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനകെ ജലദോഷം പിടിക്കുന്ന. ഈ പറയുന്ന ഫ്രാൻസിൽ നടന്ന വിപ്ലവത്തിന്റെ സ്വാധീനം അത്രമേൽ പ്രസക്തമായിരുന്നു, അത്ര ശക്തമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മധ്യവർഗത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അതേപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രചരിച്ചു. പിന്നെ പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഫ്രഞ്ച് വിപ്ലവമാണ് ആവേശം പകർന്നത്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് ഫ്രഞ്ച് വിപ്ലവം പ്രഖ്യാപിക്കുകയായിരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് അവർ നൽകി. അതേപോലെ ദേശീയത എന്ന് പറയുന്ന വികാരത്തിന്റെ ആവിർഭാവം ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും ഇത് സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു, അതായത് സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്.
ഇത് പിന്നീട് ഈ ഫ്രഞ്ചിലെ ലിക്വിഡിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത് പിന്നീട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കും കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഫ്രഞ്ച് വിപ്ലവം ജനങ്ങളെ സ്വാധീനിച്ച ഒന്നായിരുന്നു. അടുത്ത വരുന്ന നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവമാണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് പിന്നെ നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും സാക്ഷാത്കരിക്കാനായിരുന്നു നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ പല പരിഷ്കാരങ്ങൾക്കും ഫ്രഞ്ച് വിപ്ലവം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പിന്നെ പൊതുകട ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് അദ്ദേഹം റോഡുകൾ ഉണ്ടാക്കി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് അദ്ദേഹം സ്ഥാപിച്ചു. പിന്നെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചിട്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അതിനെ നെപ്പോളിയനിക് കോഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഫ്രാൻസില് എന്താ പറയാ, ഈ പറയുന്ന നെപ്പോളിയന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്പോളിയൻ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായിട്ട് ആക്രമിച്ച് കീഴടക്കി. ഈ നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങള് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. അവർക്ക് യൂറോപ്പിൽ ആകമാനം ഫ്രാൻസ് വ്യാപിക്കുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടായി. അങ്ങനെ ഇവർ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ ഇവർ സംഘടിക്കുകയും പിന്നെ 1815 നടന്ന വാട്ടർലോ യുദ്ധത്തില് യൂറോപ്യൻ സഖ്യസൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെ നാട് കടത്തി എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞുകൊണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമില്ല. പക്ഷെ നെപ്പോളിയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭരണത്തിന്റെ കീഴില് ദേശീയത എന്ന് പറയുന്ന ആശയം വളരെ ശക്തമായിട്ട് ഫ്രാൻസിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ കീഴടക്കിയ രാജ്യങ്ങളോട് അത്ര മൃദു സമീപനമായിരുന്നില്ല സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. ഇനി നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫ്രഞ്ച് റവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതാണ്. അത് 2021 ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 2023 ചോദിച്ചിട്ടുണ്ട്. പല രീതിയിൽ അത് പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ കാരണങ്ങളും അതിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതപ്പോ എങ്ങനെയാന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിന്റ്സ്. അതാണ് ഒരു ചോദ്യം. അത് 6 മാർക്കിന്റെ ചോദ്യമാണ്. 6 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതില് 3 എസ്റ്റേറ്റിനെ കുറിച്ചിട്ടും അതിന്റെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഇൻഇക്വാലിറ്റിയെ കുറിച്ചിട്ടും എഴുതണം. അതേപോലെ ടിങ്കേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എന്തുമാത്രം ഉണ്ടായിരുന്നു, എൻലൈറ്റ്മെന്റ് ഐഡിയാസ്, അത് എങ്ങനെയൊക്കെ റെവല്യൂഷനെ സ്വാധീനിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ പോയിന്റ് ഇട്ട് തന്നെ എഴുതണം. പിന്നെ ഔട്ട്ബ്രേക്ക് ഓഫ് ദ റെവല്യൂഷൻ, എന്തൊക്കെയാണ് ഈ പറയുന്ന റെവല്യൂഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതും പറഞ്ഞിട്ട് വേണം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു അരപ്പുറത്തോളം നിങ്ങൾ എഴുതിയിരിക്കണം. അരപ്പുറമെങ്കിലും മിനിമം ഉണ്ടായാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടത്തുള്ളൂ. അത് വലിച്ചു വരെ എഴുതാൻ പാടില്ല. വലിച്ചു വരെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ മാർക്ക് കിട്ടത്തില്ല. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. അടുത്തു വരുന്ന പ്രധാനപ്പെട്ട വിപ്ലവം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. വളരെ ഏറ്റവും ചെറിയൊരു വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്തുനിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും കോളനികൾ ഉണ്ടാക്കിയത്. ഈ കോളനി ഭരണം ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടെ ഭാഷയും മതവും ആചാരങ്ങളും അവിടെ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറിനെ പൂർണ്ണമായിട്ട് പിഴുതറിയുന്ന രീതിയിലായിരുന്നു സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും അധിനിവേശം ഉണ്ടായിരുന്നത്. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ അവർ നടപ്പാക്കി. അതായത് പണ്ട് കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ എങ്ങനെയാണോ കൃഷികളൊക്കെ ഉണ്ടായിരുന്നത് അതിനെയെല്ലാം മാറ്റിയിട്ട് അവര് അവരുടേതായിട്ടുള്ള കൃഷിരീതികൾ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിൽ ഇംപ്ലിമെന്റ് ചെയ്തു.
അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളിലേക്ക് കിട്ടാൻ തുടങ്ങി. അവിടെ അന്നത്തെ കാലത്ത് അങ്ങനെ വലിയ ചികിത്സാ രീതികളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുമൂലം ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ മരിച്ചു വീണിട്ടുണ്ട്. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തിയിട്ടാണ് ലാറ്റിൻ അമേരിക്കയുടെ സമ്പത്തും വിഭവങ്ങളും ഈ പറയുന്ന സ്പെയിനും പോർച്ചുഗീസുകാരും കൊള്ളയടിച്ചത്. കോളനിക്കാരെ ഇവര് അടിമകളെ പോലെയാണ് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അവരുടെ ആ ഒരു പഴയ കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു എത്നിക് കൾച്ചർ എന്ന് പറയുന്നതിനെ അവർ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി. അപ്പം അതിനെതിരായിട്ട് പോരാടിയ ആൾക്കാരാണ് ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ. ഇവരുടെ നേതൃത്വത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്വതന്ത്രമാകാനുള്ള വിപ്ലവങ്ങൾ ഉണ്ടായത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അത്രയൊന്നുമില്ല, ഒരുപാട് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന പോലെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ എങ്ങനെയാണ് ഇവരുടെ ഒരു എത്തനിസിറ്റിനെ സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും നശിപ്പിച്ചതെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഹൗ ഡിഡ് ദ കൊളോണിയൽ റൂൾ എഫക്ട് ദ ലൈഫ് ആൻഡ് നേറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക. അതൊരു 3 മാർക്കിന്റെ ചോദ്യമാണ്. 2021 ചോദിച്ചായിരുന്നു ഈ ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, ഒന്നാമത്തത് അവരുടെ ലാംഗ്വേജ്, റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലേബർ, അവിടുത്തെ ജനങ്ങളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് അവരുടെ കൃഷിയിടങ്ങളിൽ പണിയെടുപ്പിച്ചിരുന്നത്. പിന്നെ അതുപോലെ പിന്നെ പല ഡിസീസുകളും ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ലാൻഡ് സീസർ ഡിസ്പ്ലേസ്മെന്റ്, അവരുടേതായ രീതിയിൽ കൃഷികളും ഒക്കെ നടത്തിക്കൊണ്ട് വന്നിരുന്നു. അതുൾപ്പെടെ ഉള്ളത് ഇവർ നശിപ്പിച്ചു. പിന്നെ അതുപോലെ കൾച്ചറൽ സസ്പെൻഷൻ ആൻഡ് റിലീജിയസ് കൺവേർഷൻ, അക്കാലത്ത് ജനങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് ഇവർ വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലാറ്റിൻ അമേരിക്കയുടെ ഒരു ഇൻഡിജീനിയസ് ഐഡന്റിറ്റീനെ എല്ലാ രീതിയിലും സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അവരുടെ അധിനിവേശം കൊണ്ട് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ പോയിന്റുകളെല്ലാം തന്നെ ഒരു 3 മാർക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. അതും പോയിന്റ് ഇട്ട് തന്നെയാണ് എഴുതേണ്ടത്, അല്ലാതെ വലിച്ചു വാരിയല്ല എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കുമല്ലോ. സോഷ്യൽ സ്റ്റഡീസിന്റെ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചു വാരി എഴുതുക എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തു വരുന്നത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എന്നിരുന്നാലും ഫ്രഞ്ച് വിപ്ലവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റഷ്യൻ വിപ്ലവത്തിന്റെ കാരണവും ഈ പറഞ്ഞ പോലെ ഓട്ടോക്രസി അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായിട്ടാണ് റഷ്യൻ വിപ്ലവം നടന്നത്. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അപ്പൊ ഇതിനെതിരായിട്ടാണ് ഇവര് സംഘടിക്കുകയും തൊഴിലാളികൾ സംഘടിക്കുകയും പിന്നെ ഇവർ പ്രക്ഷോഭങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ട് സാഹിത്യകാരന്മാർ ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയവരാണ്. മാക്സിം ഗോർക്കിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ് അല്ലെങ്കിൽ വർക്കാണ് അമ്മ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആരുടേതാണ് അമ്മ എന്ന് പറയുന്ന നോവൽ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് പുസ്തകത്തിന്റെ ആദ്യം അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വായിക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വത നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം തന്നിട്ട് ഇത് ആരെഴുതിയതാണെന്ന് ചോദിക്കും, ഇത് ആരെഴുതിയതാണ്, ഇത് എവിടെ നിന്ന് എഴുതിയതാണെന്ന് ചോദിക്കും. അമ്മ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്. റഷ്യൻ സാഹിത്യകാരനായിട്ടുള്ള മാക്സിം ഗോർക്കിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നോവലാണ് അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറക്കരുത്, അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പം റഷ്യൻ വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. മാർക്സിസ്റ്റ് ആശയങ്ങള് ശക്തമായിട്ട് പ്രചരിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ സമയത്തായിരുന്നു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ
ട്രോസ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷേവികൾക്ക് നേതൃത്വം നൽകിയത്. 1905 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തില് പരാജയപ്പെട്ടു. ഇത് റഷ്യയുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുകയായിരുന്നു ചെയ്തത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളക്കാര് വെടിവെച്ചു. അതില് 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അതായത് ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലഘട്ടത്തില് തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവയെ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് റഷ്യ സോവിയറ്റ് യൂണിയൻ അഥവാ സോവിയറ്റ് റഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനാകുകയായിരുന്നു. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അതിൽ അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകളാണ് റൊട്ടിക്ക് വേണ്ടിയിട്ട് തെരുവീഥികളിൽ പ്രകടനം നടത്തിയത്. പെട്രോഗാഡ് പട്ടണത്തില് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികരാദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോട് ചേരുകയായിരുന്നു ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. കാരണം അവരുടെ അനുവാദമില്ലാതെയാണ് ഈ പറയുന്ന സമരത്തില് അല്ലെങ്കിൽ യുദ്ധത്തില് രാജാവ് പങ്കെടുത്തത്. അപ്പം ഒരുപാട് സൈനികര് മരിച്ചു, അവര് കുറെ പേർക്ക് അംഗഭംഗങ്ങൾ ഉണ്ടായി. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം എന്നോണമാണ് സൈനികരും പെട്രോഗാഡ് പട്ടണത്തില് തൊഴിലാളികളുടെ ഒപ്പം കൂടിയത്. സൈനികരോട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോഗാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിലെ മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തില് ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനെക്കാട്ടിലും പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കും, എന്തുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവത്തിനെ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്? അങ്ങനെ താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. അവര് സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്നു. വാൾഡിമർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർത്തു. ലെനിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോഴാണ് വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്നായിരുന്നു ലെനിന്റെ ആവശ്യം. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായിട്ട് അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിലൊന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, അതുപോലെ ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഈ പറയുന്ന ഇതിനു വേണ്ടിയിട്ട് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിന് എതിരായിട്ട് സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവികൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. അതിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. പിന്നെ ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കി. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായിട്ട് പ്രചരിച്ചു. അപ്പം അത് ഇന്ത്യയിലും പ്രചരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഏറ്റവും വലിയ ഫാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹം എന്നും സോവിയറ്റ് റഷ്യക്ക് ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ എന്നുള്ളതാണ്. അത് 4 മാർക്കിന്റെ ചോദ്യമാണ്. അത് 2021-ലും 2023-ലും അതേപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. വാചകം പോലും മാറാതെയാണ് 2021-ലും 2023-ലും സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ റഷ്യൻ റവല്യൂഷന്റെ എന്തൊക്കെയാണ്
റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ പോയിന്റ് സഹിതം എഴുതണം. ഒന്നാമത്തെ സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിച്ചു, രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു, പിന്നെ USSRന്റെ തുടക്കം, ഫോർമേഷൻ, അതുപോലെ തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിനെയും ഈ റഷ്യൻ റവല്യൂഷൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് റഷ്യൻ റവല്യൂഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത് വരുന്നത് ചൈനീസ് റവല്യൂഷൻ ആണ്. ചൈനീസ് റവല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചൈനീസ് വിപ്ലവമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. 20ാം നൂറ്റാണ്ടിലാണ് ചൈന വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. വിദേശ ആധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ടായിരുന്നു ചൈനയിലെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ നടപ്പാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടു നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെ കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ചൈനയിലെ വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. ആ രണ്ട് നയങ്ങൾ എന്താണെന്ന് നോക്കാം. അതിലൊന്നാണ് കറുപ്പ് വ്യാപാരം. കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടമുണ്ടായി. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഈ കറുപ്പിന്റെ അല്ലെങ്കിൽ ഒപ്യത്തിന്റെ ഓവർ യൂസ് ചൈനയുടെ വ്യാപാരത്തെയും അതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടെ ചൈന സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അടിമത്തത്തിലായി. ഇതാണ് കറുപ്പ് വ്യാപാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ചിട്ട് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിരുന്നത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരായിട്ട് കലാപങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 1990കളിലാണ് ഇവർ കലാപം സംഘടിപ്പിച്ചത്. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നിരുന്നു. അപ്പം എന്താണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്? ചൈനയുടെ ചില രഹസ്യ സംഘടനകള് 1990കളിൽ കലാപം സംഘടിപ്പിച്ചു. അവരുടെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. ഇതുകൊണ്ടാണ് ബോക്സർ കലാപം എന്ന് അറിയപ്പെടുകയും ഇത് പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള വിപ്ലവങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു. 1911 ഡോക്ടർ സൻ യാറ്റ്-സെന്നിന്റെ നേതൃത്വത്തില് മഞ്ചു രാജഭരണത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയില് സൻ യാറ്റ്-സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സയൻതാൻസൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പടിഞ്ഞാറൻ രാഷ്ട്രീയങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ട് സൻ യാറ്റ്-സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. ഇത് കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൻ യാറ്റ്-സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാൻ കൈഷക് ഭരണത്തിന്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. റിപ്പബ്ലിക് പതുക്കെ ജനകീയമാകാൻ തുടങ്ങുകയായിരുന്നു. ചിയാൻ കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. അത്രയും കാലം ചൈന ഒരു ഡെമോക്രാറ്റിക് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ചിയാൻ കൈഷക് വന്നതോടുകൂടിയിട്ട് ചൈനയിലെ ഏകാധിപത്യ ഭരണം പതുക്കെ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കുകയായിരുന്നു. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാൻ കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭാവികമായിട്ട് എതിർക്കാൻ തുടങ്ങി. അതിനെ വളരെ ക്രൂരമായിട്ടാണ് ചിയാൻ കൈഷക് നേരിട്ടത്. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോ സേതുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകള് മാവോയുടെ നേതൃത്വത്തില് തെക്കൻ ചൈനയിലെ കിയാങ്സിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു.
നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറൻ യനാനിൽ അവസാനിക്കുകയായിരുന്നു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് ഇവിടെ പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ ആണ് ഈ പറയുന്ന യാത്ര സഞ്ചരിച്ചത്. ഈ യാത്രയ്ക്ക് ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തൽഫലമായിട്ട് എന്തായി? വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേത്തുങ്ങും മാറി. ഇതോടുകൂടിയിട്ട് മാവോ സേത്തുങ്ങിന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വീര പരിവേഷമായിരുന്നു ലഭിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാൻ കൈഷക്ക് തൈവാനിൽ രാഷ്ട്രീയ അഭയം തേടുകയായിരുന്നു. 1999 ഒക്ടോബർ 1 ചൈന മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയിട്ട് മാറി. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തത്. അപ്പം ഇതിൽ നിന്ന് ചൈനയെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നല്ല, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ചൈന സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ളതാണ്. മാവോ സേത്തുങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ്, മാവോ സേത്തുങ്ങിനെ കുറിച്ചും മാവോ സേത്തുങ് ചൈനീസ് റെവല്യൂഷനിലെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള ചോദ്യമാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും ചൈനീസ് റവല്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മാവോ സേത്തുങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ ലോങ് മാർച്ചും ഒക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ്? ഒന്ന് ഫ്രഞ്ച് റവല്യൂഷനും ഒന്ന് റഷ്യൻ റവല്യൂഷനുമാണ്. ആ ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അതിൽ നിന്ന് MCQ ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ പാഠഭാഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ രൂപവും ഇതാണ് പറയാനുള്ളത്. ഈ പാഠഭാഗത്തിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.